നമ്മുടെ ഇന്നത്തെ യാത്ര ചേറ്റുവ ലൈറ്റ് ഹൗസിലേക്കാണ്. ഇത് നിങ്ങൾ പേര് ചിലപ്പോൾ കേട്ട് കാണില്ല, പക്ഷേ കേട്ടുകേൾവിയുള്ളൊരു പേരാണ് ചാവക്കാട് ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ യഥാർത്ഥ പേര് ചേറ്റുവ ലൈറ്റ് ഹൗസ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ പേരിങ്ങനെ വന്നതെന്നുള്ളത് ഒരെത്തും പിടുത്തമില്ല. എല്ലാ ലൈറ്റ് ഹൗസിലും ചുറ്റുപാട് കാണുന്ന പോലെ തന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയ അല്ലെങ്കിൽ ഫാമിലി ടൈമിന് ഒരു ഔട്ട് സോൺ കൊടുക്കുന്ന ഒരു ഏരിയ ഇവരും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു അഡൾട്ടിന് ഉള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് 12 രൂപയാണ്. 2 പേർക്കും കൂടി 24 രൂപ. 147 സ്റ്റെപ്പ് കയറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കാണുന്ന ഏറ്റവും മുകളിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. കാണുമ്പോൾ ഒത്തിരി ദൂരമുണ്ട്. ആ സ്പൈറൽ കാണുമ്പോൾ തന്നെ തല ചുറ്റുന്നുണ്ടായിരുന്നു. 50ാമത്തെ പടി വരെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കയറി താഴത്തേക്കുള്ള ഒരു വ്യൂ ആണ്. സ്പൈറലിൻ്റെ പകുതി വരെ എത്തിയിട്ടുണ്ട്. ഓരോ 100ാമത്തെ പടി വരെ എത്തി. ഓരോ സെക്ഷൻ കഴിയുമ്പോൾ ഇഷ്ടംപോലെ ജനാലകൾ കടന്നു പോകും. ഈ ജനലിൽ കൂടെ കാണുന്നത് ഹരിതഭംഗി, കേരഭംഗി എന്ന് പറയാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ജനലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കടല്. ഓരോ ജനലിനും ഓരോരോ ഹൈറ്റ് ഉണ്ട്. അടുത്ത ജനാല വീണ്ടും കേരഭംഗി. കാണാൻ നല്ല പച്ചപ്പാട്ടോ. ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഇതിൽ നിറഞ്ഞിരുന്നത് കാണാൻ. താഴത്തേക്ക് ഇത്രയും ദൂരം കയറി വന്നു. മുകളിലേക്ക് കഴിഞ്ഞ് എത്താൻ കുറച്ച് പടികളും കൂടി ഉള്ളു. അടുത്ത ജനാല. കടല് ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഭാഗ്യം. മഴക്കാലത്ത് ഞാൻ പോയത്. പിന്നെ മഴയില്ല, എന്നാൽ ചൂടും. 147ാമത്തെ അവസാനത്തെ പടി. ഈ പച്ച ഇരുമ്പ് കൂടി മേപ്പട്ടേക്കുള്ള ലൈറ്റ് ഹൗസ്, ആക്ച്വലി ലൈറ്റ് പ്രവർത്തിക്കുന്ന ആ സെക്ഷനിലേക്കുള്ളതാണ്. നമുക്ക് അങ്ങോട്ട് അനുമതിയില്ല. ഇതാണ് നമ്മുടെ വിസിറ്റിംഗ് വ്യൂ പോയിന്റ്. ഇത് വ്യൂസ് കണ്ടതിന് ശേഷം നമുക്ക് ഫ്ലാഗ് ഒന്ന് പോയി നോക്കണം. എന്ത് ഭംഗിയാണെന്ന് അറിയുമോ ഇങ്ങനെ പാറിപ്പറക്കണ കാണാൻ. ഒടുക്കത്തെ വലിപ്പമുണ്ട്. ഇതെങ്ങനെ പണിത് ഉണ്ടാക്കിയെന്തോ. നല്ലൊരു എസ്തെറ്റിക് ഭംഗി തന്നെയാണ്. ചുറ്റും നോക്കത്ത കണ്ടെത്താ ദൂരത്ത് തെങ്ങ്. കേര ഭംഗി എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ മുമ്പത്തെ ലൈറ്റ് ഹൗസ്, അഴീക്കോട് ലൈറ്റ് ഹൗസിൽ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് കിട്ടിയില്ല. ഇത്രയ്ക്ക് ഉയർച്ച ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ടും ഇങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് അഴീക്കോട് ലൈറ്റ് ഹൗസിന് ഉണ്ടായിരുന്നില്ല. തൊട്ട് മുകളിലാണ് നമ്മുടെ ലൈറ്റ് കറങ്ങുന്ന ലൈറ്റ് ഉള്ളത്. പക്ഷെ ഇവിടുന്ന് കാണാൻ കഴിയില്ല. മേപ്പെട്ട് കയറാനുള്ള അനുമതിയില്ല. താഴത്തെ കാണുന്നതാണ് പാർക്ക്. ഇന്റർലോക്കട്ടൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. ഒരു കൊച്ചു ആനേനും ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ.
താഴത്തിറങ്ങുമ്പോൾ നമുക്ക് അത് പോയി ഒന്ന് കാണാം. മഴക്കാർ വെച്ച് വരുന്നുണ്ട്, പെയ്യോ എന്തോ. അങ്ങ് അറ്റത്ത് കാണാം സൂര്യൻ്റെ ഒരു വിളിച്ച കടൽ മടിക്കുന്നതിൻ്റെ ഒരു വെളിച്ചം. ആ ഒരു ഭാഗത്ത് മാത്രം ഒരു തിളക്കം, ബാക്കിയുള്ളടത്തേക്ക് ഇരുട്ട്. താഴത്ത് ഗ്രാനൈറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അഴീക്കോട് ലൈറ്റ് ഹൗസ് പോലെ കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെൻറ്റ് പണിയല്ല, സ്റ്റെപ്സും ചുറ്റുള്ള ഭാഗങ്ങളൊക്കെ നല്ല ഗ്രിപ്പുള്ള ഗ്രാനൈറ്റ് തന്നെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. എന്താ ഭംഗി, പല നിറങ്ങളും ഉണ്ട് അതിൽ. ഫ്രാൻസ്, പോർച്ചുഗൽ, ബഹ്റൈൻ, ഒരുത്തൻ വിശാഖമുഖനായിട്ട് നിൽക്കുന്നുണ്ട്. ബ്രസീൽ ഫിഫയിൽ നിന്ന് ഔട്ടായതുകൊണ്ടായിരിക്കും. മുകളിലത്തെ ലൈറ്റിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ട്, പക്ഷെ അപ്പോഴും നമുക്ക് കടക്കാനുള്ള അനുമതിയില്ല. തൊട്ടപ്പുറത്ത് ഒരു CCTV ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ലൈറ്റ് ഓൺ ആക്കണം ഓഫ് ആക്കണം ഒരു ടൈം. ഓരോ മാസത്തിലും ഒരു ടൈമാണ് ക്രമീകരണം മെയിൻറ്റെയിൻ ചെയ്യണത്. അങ്ങനെ നമുക്ക് അവസാനം താഴത്തേക്ക് ഇറങ്ങാം. വീണ്ടും ജനാലിലൂടെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങോട്ട് പതിയെ അങ്ങോട്ട് ഇറങ്ങാം. 147 പടി. ടാറ്റ ബൈ ബൈ. അയ്യോ എന്താ ഭംഗി. ഒരു ലിഫ്റ്റ് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് എന്തിനാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ വർക്ക് ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് ടോളസ്റ്റ് ലൈറ്റ് ഹൗസസ് ഇൻ ദ വേൾഡ്. പുറത്തേക്കുള്ള കാഴ്ച അങ്ങനെ കാണുന്ന ഒരു ഹരിതഭംഗി തന്നെയാണ്. ഇതാണ് നമ്മുടെ കിഡ്സ് ഏരിയ, കിഡ്സ് പാർക്ക്. കിഡ്സ് ഉള്ളി കേട്ടോ, അഡൽസ് ഒന്ന് കയറി ഇറങ്ങി. അതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ കോൺക്രീറ്റ് ആന. തൊടാനുള്ള അനുമതിയില്ല. ലൈറ്റ് ഹൗസിന് മുന്നിൽ 2 പേര് എപ്പോഴും നിൽക്കുന്നുണ്ടാവും, ടിക്കറ്റ് ഏജൻസീസ് പോലെ. അവർ എല്ലാ കാര്യങ്ങളും നോക്കി നിരീക്ഷിക്കുന്നുണ്ട്. അത് തൊടാൻ പാടില്ല, ഇതിൽ കയറാൻ പാടില്ല എന്നൊക്കെ ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മുടെ തീരദേശ ഹൈവേ വരാൻ പോകുന്ന പ്രപ്പോസ് തീരദേശ ഹൈവേ. നമുക്ക് ആ ഫ്ലാഗിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഭംഗി ഒന്ന് നേരിട്ടൊന്ന് കണ്ടു നോക്കണം, എത്ര വെളുപ്പുണ്ടെന്നുള്ളത്. ലൈറ്റ് ഹൗസിൻ്റെ താഴേക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെളുപ്പുണ്ടായിരുന്നു. എത്രയോ മീറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും അത് പണിതിട്ടുണ്ടാവുക. എത്ര തുണി മീറ്റർ കണക്കിനാണ് അത് തയ്ച്ചുണ്ടാക്കാൻ തന്നെ പറയുന്നത്. ഒരെണ്ണം കയറി പോയിട്ടുണ്ട്, ഏറ്റവും അറ്റത്തെ ആ ചുവന്ന ക്രോസുള്ള വൈറ്റ് ഫ്ലാഗ്. ഒരു കർണാടക രജിസ്ട്രേഷൻ താറ് ഇരിക്കുന്നുണ്ട്. നല്ലൊരു എസ്തെറ്റിക് പൊസിഷനിലാണ് കക്ഷി പാർക്ക് ചെയ്ത് പോയിരിക്കുന്നത്. ഫ്ലാഗിനോട് ചേർന്നിട്ടുള്ള ഒരു താർ കൊള്ളാം.
ഇതാ കയറിപ്പോയ ഫ്ലാഗ്. ഇവിടെ കുറച്ചൊരു ചെസ്സ് കളിക്കുന്നുണ്ട്. ആ ചെസ്സൊന്ന് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ പ്ലാസ്റ്റിക് ബോട്ടലിൽ ഇങ്ങനെ മണലൊക്കെ നിറച്ചിട്ട് ഒരു മതിൽ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഐഡിയ കൊള്ളാം. മതിലിന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ വെച്ച് പിള്ളേർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 5 പേരെ കണ്ടോ. ദിനേശ്, അയ്യോ ദിനേശ് പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആരാണോ ഈ മുതൽ ദിനേശ്? അതായിരിക്കും നമ്മൾ ലൈറ്റ് ഹൗസ് ഫ്ലാഗിനോട് ചേർന്നിട്ട്. ഇപ്പോൾ ലൈറ്റ് ഹൗസിന് തിരക്കായിട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ മുകളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കയറുമ്പോൾ കൂടി 2 ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു 3 ഫാമിലീസ് കയറി പോകുന്നുണ്ടായിരുന്നു. നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഓല കൊണ്ട് മേഞ്ഞിട്ടുള്ളൊരു വീട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ബദാം മരത്തിന് ചുവട്ട് അങ്ങനത്തെ ഒരു വീട് പണിയുണ്ടായിരുന്നു. ഇതൊക്കെ എടുക്കുന്നത് നമ്മുടെ എക്സ്പ്ലോർ ചെയ്ത ലൈറ്റ് ഹൗസ്. ഇപ്പോഴും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. മുകളിൽ 4 മണി മുതൽ 6 മണി വരെ ടൈമുള്ളൂ. ഡ്രോൺ അലൗഡ് അല്ല. ഡ്രോൺ ഞാൻ ചോദിച്ചു, കയറുമ്പോഴും ചോദിച്ചു, ഇറങ്ങുമ്പോഴും ചോദിച്ചു. അവർ പറഞ്ഞൊരു ഒറ്റ ഉത്തരം നോ, ഡ്രോൺ പറത്താനുള്ള അനുമതി ഇല്ല നമുക്ക്. സ്റ്റിൽ ക്യാമറ കയറ്റാനുള്ള അനുമതി നമുക്കില്ല. പക്ഷേ സ്റ്റിൽ ക്യാമറ എടുക്കണമെങ്കിൽ ഒരു പാസ് എടുത്താൽ മതി. 30 രൂപയുടേതാണ് പാസ്. ആ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിൽ ക്യാമറ മുകളിൽ കൊണ്ടുപോകാം. പക്ഷെ അതിന് വിരോധാഭാസം എന്നിരിക്കെ നമുക്ക് മൊബൈൽ ക്യാമറ കൊണ്ടുപോകാം. അതിന് ക്യാഷ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതെന്താണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് എനിക്ക് മനസ്സിലായില്ല. പുള്ളിക്കാരി ചിരിച്ചുകൊണ്ടാണ് എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞത്. കാരണം പുള്ളിക്കാരന് വളരെ സംശയം പലപ്പോഴും തോന്നിയിട്ടാണ് എന്തിനാണ് സ്റ്റിൽ ക്യാമറയ്ക്ക് കാശ് പക്ഷേ മൊബൈൽ ഫോണ് ക്യാമറ ഉപയോഗിക്കുന്നതിന് കാശില്ലാത്ത. മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിക്കുന്നതിന് തന്നെ ഒരു ബുദ്ധിമുട്ടില്ല, അവർ ഉപയോഗിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ വേറെ ക്യാമറ യൂണിറ്റായിട്ട് ഉള്ളിൽ കയറ്റാനുള്ള അനുമതിയില്ല. എന്താണാവും അങ്ങനെ. കളർഫുൾ ഇൻ്റർലോക്ക് ഇട്ട് നല്ല ഉളപ്പൻ ഭംഗിയാക്കി വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേലെ നല്ല വ്യൂവും താഴത്തുള്ള ഒരു ലോണും നല്ല അസലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2-3 ചിക്കുമരങ്ങളും ഉണ്ട്. അത്യാവശ്യം 2-3 പഴുത്ത ചിക്കൊക്കെ കിട്ടി. മോള് കൊണ്ടും കളിക്കാൻ പോയി. അപ്പം അങ്ങനെ നമുക്ക് ഈ വീഡിയോ ഒരു വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം.